നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ഈ ചെണ്ടയുടെ മേളമെല്ലാം കേൾക്കുന്നത് നമുക്കിഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ചെണ്ടയുടെ മേളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചെണ്ട എന്ന് പറഞ്ഞത് അമ്പലത്തിൽ ചെണ്ട അതുപോലുള്ള വാദ്യങ്ങൾ, മറ്റേ കുഴൽ, കൊമ്പ്, അങ്ങനത്തെ പല ഉപകരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മേള ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ തന്നെ ക്ഷേത്രത്തിൽ ചില സമയങ്ങളിൽ, എല്ലാ അമ്പലങ്ങളിലും ഇല്ല, ചില അമ്പലങ്ങളിൽ പോലെ തന്നെ ചെണ്ട അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മുതൽ ഈ ഒരു മേളത്തിൻ്റെ ഒരു ഫ്രീക്വൻസി ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് ചെന്നിരിക്കും. ഞാൻ തൊട്ടടുത്ത് ചെന്ന് ഈ മേളം ഞാൻ കേൾക്കും. അത് ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ഒരു രീതിയിൽ കൊട്ടുന്ന ആ മേളങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായൊരു വൈബ്രേഷൻ ഉള്ളൊരു സംഗതിയാണ്. ഞാൻ ആദ്യം അത് എക്സ്പീരിയൻസ് ചെയ്തത് കുറേ കാലം മുന്നേ നമ്മുടെ പെരുവനം കുട്ടന്മാരാരുടെ ഒരു തായമ്പുക കേൾക്കാൻ പോയി. തായമ്പുക കേട്ടപ്പോഴാണ് എനിക്ക് ആ മേളത്തിൻ്റെ എന്തുകൊണ്ടാണ് ആ മേളങ്ങൾ അമ്പലത്തിൽ വെക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു രഹസ്യം എനിക്ക് മനസ്സിലായത്. കാരണം ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും നമ്മളൊരു ചക്രാസിലുണ്ടാവുന്ന ഒരു വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ പല എനർജിയുടെ പ്രശ്നങ്ങളും അവിടെ മാറിപ്പോകുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. അപ്പോൾ അതൊരു ഹീലിംഗ് മെത്തേഡാണ് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനത് അങ്ങനെ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ, ഈ തായമ്പയുടെ സംഗീതം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നി. കാരണം അത് കുറച്ച് നേരം നമുക്ക് ചെവിയിലൊക്കെ കുറച്ച് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വരും. എന്നിരുന്നാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായൊരു റിലാക്സേഷനാണ്. നമ്മൾ മൊത്തം നമ്മളുടെ ചക്രാസ് ശുദ്ധീകരിച്ച് വേറൊരു ഫ്രീക്വൻസിയിലേക്ക്, വേറൊരു വൈബ്രേഷനിലേക്ക് നമ്മളെത്തുന്നതായിട്ട് കാണാൻ പറ്റും. മേളം ആസ്വദിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ ഉള്ള വലിയൊരു സംഭവമാണ് ഈ ചെണ്ടമേളം. അതിൽ തന്നെ പഞ്ചാരി മേളം, തായമ്പക, പഞ്ചവാദ്യം, അങ്ങനെ ഓരോ വെറൈറ്റി സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് അറിയാം. പിന്നെ എനിക്കതിനെപ്പറ്റി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൂടാ. അതിങ്ങനെ കേൾക്കുക, ആസ്വദിക്കുക, വൈബ്രേഷൻ നമ്മളിലേക്ക് എടുക്കുക, അത്രേ അറിയുള്ളൂ. അത് പഞ്ചവാദ്യം കേൾക്കുമ്പോഴും അതേപോലെ തന്നെ അതിന് വേറൊരു വൈബ്രേഷനാണ്. ഈ പഞ്ചാരി മേളത്തിന് വേറൊരു വൈബ്രേഷനാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാവണ ഫീലിംഗ് എല്ലാം നമ്മൾ തിരക്കൊന്നുമില്ലാത്ത സ്ഥലത്ത്, അതായത് ഈ തായമ്പകക്കൊന്നും അധികം ആൾക്കാർ കേൾക്കാനൊന്നും അധികം ആൾക്കാർ ഉണ്ടാവില്ല. മിക്കവാറും അമ്പലങ്ങളിലൊക്കെ വൈകുന്നേരം സമയത്ത് 7 മണിക്കൊക്കെ കേൾക്കും തായമ്പക വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ വർഷവും തായമ്പക കേൾക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് പോയി കേൾക്കുമായിരുന്നു. തായമ്പകയാണ് എനിക്ക് കൂടുതലും ആ ഫ്രീക്വൻസി, ഒരു പ്രത്യേക ഫ്രീക്വൻസി ആയിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെ ഇതേപോലെ തന്നെ ഈ 1000 കുടം ധാരയുണ്ട്. ആ ധാര ചെയ്യുന്ന സമയത്തും അവിടെ ഒരു മേളമുണ്ട്. അത് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ളൊരു മേളമാണ്. ആ മേളവും കേൾക്കാൻ ഭയങ്കര രസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടെയൊക്കെ എന്തോ ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. അതൊരു ഭയങ്കര ക്ലെൻസിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാത്ത ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഈ മേളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ആ മേളം കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്. അവിടെ ഇരിക്കുക കുറച്ച് സമയം, അതിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ആ മേളം ആസ്വദിക്കുക. കണ്ണടച്ച് നിങ്ങൾ മെഡിറ്റേഷൻ മോഡിലോട്ട് പോവുക, മേളം ആസ്വദിക്കുക. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി, ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്ലെൻസിങ് അവിടെ നടക്കും, അല്ലെങ്കിൽ ഒരു ചക്ര ശുദ്ധീകരണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജി നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് വരെ റിലീസ് ചെയ്ത് പോകും. നിങ്ങൾ ഫോക്കസ്ഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. കാരണം നമ്മൾ അമ്പലത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, ക്ഷേത്രത്തിലുള്ള ആ ചൈതന്യം അവിടെ ഉണ്ട്. ഒപ്പം ഈ വൈബ്രേഷൻ കൂടി ആകുമ്പോഴേക്കും അത് പ്രത്യേക ഒരു അനുഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വലിയ മേളങ്ങൾ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് അടുത്ത് നിന്ന് മേളം കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.